ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റിനൊക്കെ മറുപടി ആയിട്ട് എന്ന പോലെയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് റീൽ എടുക്കുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു ചേഞ്ച് എന്ന പോലെ ഞാൻ പുറത്ത് കാറ്റൊക്കെ കൊണ്ട് ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, കാരണം തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ സോറി ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലം തന്നെ കണ്ട് ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരുന്നത് വെച്ചാൽ, ഞാൻ റീല് ഡെയിലി ഇടുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഒക്കെ ചില വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റൊക്കെ കാണാറുണ്ട്. എവിടെ വീട്, അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനൊന്നും ഞാൻ മറുപടി ഇന്ന് തരുന്നില്ല, കാരണം ഓരോന്നെടുത്ത് സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. ഓരോ വീഡിയോ നോക്കി ഏതൊക്കെ വീഡിയോനാണ് കമൻറ്റ് ഇട്ടതെന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്കത് ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താൻ. അപ്പോൾ അത് അത്ര മെനക്കെടായതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A ചെയ്യാം, ബസ് വന്നത്. അപ്പോൾ Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇന്നൊരു മറുപടി. അപ്പോൾ വേഗം സമയം കളയാണ്ട് നമുക്ക് Q&Aയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്നെ ചോദിച്ചിട്ടുള്ളത് ശരണ്യ എന്ന അക്കൗണ്ടിൽ നിന്നത്. ശരണ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവൾ എന്നെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ, സുഖമാണോടാ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുഖമാണോടാ എന്ന ചോദ്യത്തിന് ഞാൻ എന്താ പറയുക, കാരണം നിങ്ങളെന്നെ കാണുന്നതാണ് ഡെയിലി. അപ്പോൾ ഇപ്പം സുഖമായിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് പബ്ലിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ, ഐ സബ്സ്ക്രൈബ്ഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ്. അപ്പോൾ താങ്ക് യു ചേച്ചി, അല്ലെങ്കിൽ താങ്ക് യു ചേട്ടാ, ആരെന്നറിയില്ല. പബ്ലിക് സ്റ്റേജ് ഒരു അക്കൗണ്ടിൻ്റെ പേരാണ്. അപ്പോൾ ആരായാലും ഒരുപാട് താങ്ക്സ്, ബ്യൂട്ടിഫുൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ മാസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഹലോ. അപ്പോൾ ഹലോ, അപ്പോൾ ഇതിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഹലോ ചോദിച്ചിട്ടുണ്ടാണ്. ബാക്കിയുള്ള കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു Q&Aയിൽ സെപ്പറേറ്റ് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന് താഴെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് മാത്രമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ മാസ് ബ്രദേഴ്സ് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹലോ. പിന്നെ കുമാരൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് സ്കൂൾ ലൈഫിനെ പറ്റി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈഫിനെ കുറിച്ചിട്ട് പറയുമോ? സ്കൂൾ ലൈഫിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ അത്രത്തോളം സന്തോഷിച്ചിട്ടുള്ള, ഒരുപാട് മെമ്മറീസ് ഉള്ള, എന്താ പറയുക, അത്രയും ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് സ്കൂൾ ലൈഫ്. എങ്ങനെ പറയണം, എവിടെ പറയണം എന്നൊന്നും അറിയില്ല. കാരണം അത്രത്തോളം സന്തോഷിച്ചിട്ടുള്ളതും എൻജോയ് ചെയ്തിട്ടുള്ളതും ലൈഫിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലൈഫാണ് സ്കൂൾ ലൈഫ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും ചിലപ്പോൾ, എൻ്റെ കോളേജ് ലൈഫാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത്, അടിപൊളിയായിരുന്നു കോളേജ് ലൈഫ് എന്നൊക്കെ പറയാം. പക്ഷെ എൻ്റെ കോളേജ് ലൈഫ് ഞാനങ്ങനെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ കിടക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ മാക്സിമം എൻ്റെ സ്കൂൾ ലൈഫാണ് എൻജോയ് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യട്ടോ, സ്കൂൾ ലൈഫും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കാരണം അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. ഒരുപാട് പറയാനുണ്ട് സ്കൂൾ ലൈഫിനെ പറ്റിയിട്ട്, അത്രയും പറയാനുണ്ട്. കാരണം എവിടെ തുടങ്ങേണ്ട എവിടെ അവസാനിപ്പിക്കേണ്ട അറിയില്ല. കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് സന്തോഷിച്ച മെമ്മറീസ് നിറഞ്ഞിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഒരു ദിവസം. സ്കൂൾ ലൈഫിനെ പറ്റിയോ പറയുമോ ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്.
അത്രയും മനോഹരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നും ഓർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് തന്നിട്ടുള്ള ഒരു ലൈഫാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മളെല്ലാം അത്രയും അല്ലേ അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു ലൈഫായിരുന്നു സ്കൂൾ ലൈഫ്. പിന്നെ മിഥുന ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഹോബീസ്? ഹോബീസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടായിരുന്നു മുന്നേ. അത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ഇവർക്ക് എല്ലാം ഹോബിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഹോബി പറയുകയാണെങ്കിൽ ഇപ്പം എന്ന് പറയുന്നത് റീൽസ് ചെയ്യുക, റീൽസ് കാണുക, ഇതാണ് മെയിൻ ഹോബി. ഇപ്പം സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോബിയാണ് റീൽസ് കാണുക. വെറുതെ സമയം കിട്ടുമ്പോഴൊക്കെ, പണിയൊക്കെ തീർന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഫോണിൽ റീൽസ് കണ്ടിരിക്കും. പിന്നെ ഞാൻ റീൽസ് ചെയ്യും, വീഡിയോസ് ചെയ്യും, അത് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ഒരു കഷ്ടപ്പാട് നോക്കറല്ലേ, നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ അയ്യോ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നില്ലേ, ഇതാണ് എൻ്റെ ഹോബി. പിന്നെ നിവേദിത ചോദിച്ചിട്ടുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഓക്കെ ആയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ത്രോട്ട് ഇൻഫെക്ഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷൻ വരും പോവും. പക്ഷേ ഇപ്പം ബാംഗ്ലൂർ കാണിച്ചു, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷേ ഇനി ഇത് വീണ്ടും തിരിച്ചു വരുമോ, എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയില്ല. ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, കുറേ ആയോ യൂട്യൂബ് തുടങ്ങിയിട്ട്? ഹസ്ബൻഡ് ഒരു കമ്പനിയിലത്തെ ഡ്രൈവറാണ്. കുറേ ആയോ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചായി. കാരണം യൂട്യൂബ് കുറച്ചായി ഞാൻ ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങി വെക്കില്ല നമ്മൾ, എല്ലാ ഇൻസ്റ്റഗ്രാമാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും യൂട്യൂബും അതുപോലെ ഞാൻ ജസ്റ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. പിന്നെ ഗോപിക മനു കോവലി ചോദിച്ചിട്ടുണ്ട്, യുവർ ഹെയർ കെയർ റൊട്ടീൻ. ഇപ്പോഴത്തെ മുടി കണ്ടാൽ നിങ്ങൾ തന്നെ ചോദിക്കണം ഹെയർ കെയർ റൊട്ടീൻ. കാരണം ഇപ്പോഴും നല്ലപോലെ പൊരിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഞാൻ ഹെയറിനെ സംരക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഹെയർ തലയിലുണ്ട് എന്ന കാര്യം മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ലപോലെ മുടി പൊഴിച്ചിലുണ്ട്. പക്ഷേ ഹെയർ കെയർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലപോലെ മുടിയെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ നോക്കിയിരുന്നു. ആ സമയത്ത് അതുപോലെ മുടി നല്ലതുപോലെ തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുടി തന്നെ പറയായിരുന്നു, പുറത്തൊക്കെ പോകുമ്പോൾ നല്ല മുടിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡെയിലി ഹെയർ വാഷ് ചെയ്യായിരുന്നു. ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് മോശമാണ്, കാരണം എപ്പോഴും മുടി വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിലൊക്കെ മുടി വേഗം മോശമാവുക. പക്ഷേ കുളിച്ചതിന് ശേഷം നന്നായിട്ട് ഉണക്കി വെക്കും. മുടി രാത്രിയിൽ മടഞ്ഞിട്ട് കെട്ടും, രാവിലെ ചീകി വൃത്തിയാക്കും, ഒതുക്കി വെക്കും. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം ഫുൾ ടൈം അഴിച്ചിടാറില്ല. കാരണം ഫുൾ ടൈം അഴിച്ചിട്ടാൽ മുടി കാറ്റിലൊക്കെ കണ്ട് നശിച്ചു പോവും, അതുപോലെ വേർത്ത് മുടി പൊട്ടി പോവും, അല്ലേ പൊരിഞ്ഞു പോവും, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മുടി പരമാവധി കെട്ടി വെക്കുക. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുടിയാണ് കാണിക്കേണ്ടല്ലേ, നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് നമ്മുടെ മുടി തന്നെയാണ്. അപ്പോൾ നമുക്ക് അഴിച്ചിടുന്നതിന് വലിയ കുഴപ്പമില്ല, കാരണം വല്ലപ്പോഴും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. പക്ഷേ ഡെയിലി ജോബിന് പോകുന്ന ആളാണെങ്കിൽ, ഡെയിലി പുറത്ത് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ മുടി തീർച്ചയായിട്ടും കെട്ടി വെച്ചിട്ട് തന്നെ പോകാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ മുടി പൊഴിച്ചിൽ നല്ലപോലെ നിങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പരമാവധി മുടി കെട്ടി വെക്കുക. അപ്പോൾ തന്നെ മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓയിലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, അത് ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, മുടീൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. നല്ലപോലെ കുളിച്ചതിന് ശേഷം ഉണക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ല പ്രോട്ടീൻ വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, മുട്ട, പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നട്ട്സൊക്കെ കഴിക്കുക. അതൊക്കെ മുടിയുടെ ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാട് പറയണ്ടേ, അപ്പോൾ കുറച്ച് സമയമില്ലല്ലോ നമുക്ക്, ബാക്കിയുള്ളവരുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറയണ്ടേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. പിന്നെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ചോദിച്ചത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ?
ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. കോളേജൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ, വേറെ എവിടെയും പോകുന്നില്ല. പിന്നെ PSC ക്ലാസ്സിന് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. വീട്ടിലും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും വയ്യാത്തവരാണ്, മോളും ഉണ്ട്. പിന്നെ ഓടിപ്പടച്ച് പോയി വരാൻ ശ്രമിച്ചെന്നൊക്കെ കൂട്ടാം. നമുക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പോവാം, എവിടെയും പോവാം. നമ്മൾ നടത്തും എന്ന് വിചാരിച്ചാൽ നമുക്ക്, പക്ഷെ എനിക്ക് അങ്ങനെ ഓടാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല, കഴിയുന്നില്ല. ഓടിപ്പടച്ച് അങ്ങനെ കളിക്കാനുള്ളൊരു ഇതില്ല, കോൺഫിഡൻ്റ് ഇല്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ച് നടക്കും, പക്ഷെ ഇപ്പം എനിക്കതില്ല. അതുകൊണ്ട് PSC ക്ലാസ്സിനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ. പിന്നെ നെക്സ്റ്റ് ബേബി പ്ലാനിങ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഒന്നും ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ബേബി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഇപ്പം നമുക്കൊന്ന രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മോളുണ്ടോണ്ട് നമ്മൾ 3 പേരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അഥവാ ഇനി വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് പോകുന്നത്. പിന്നൊക്കെ ബാക്കിയൊക്കെ എന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ പോകാം. ഇപ്പം പ്രത്യേകിച്ച് ബേബി പ്ലാനിങ് ഒന്നും ഇല്ല. പിന്നെ രേഷ്മ പ്രജീഷ് ചോദിച്ചിട്ടുണ്ട് സ്കിൻ കെയറിനെ പറ്റി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അത്ര വലിയ മുഖം നല്ല ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പിമ്പിൾസ് ഒന്നും ഇല്ലാതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പിമ്പിൾസ് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, നല്ലോണം വിയർത്തിട്ടുണ്ടെങ്കിൽ, മുഖമൊക്കെ വിയർക്കുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യും. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യും. അപ്പോൾ തന്നെ വിയർപ്പൊന്നും അടിഞ്ഞിട്ട് പിമ്പിൾസ് വരുന്നത് ഇല്ലാണ്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ധാരാളം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, എന്തെല്ലോ പ്രൊഡക്റ്റ് ഉണ്ട് മുഖം വെളുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റി എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫെയർ ആൻഡ് ലവ്ലി ഇടും. അത് മാത്രമാണ് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന ആകെ ഇല്ല പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്കിൻ അങ്ങനെ ഡാമേജ് ആവാതെ. ചിലപ്പോൾ ചില കെമിക്കൽ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുഖം പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ നാച്ചുറലായിട്ട് തൈര് മുഖത്ത് അപ്ലൈ ചെയ്യാം, മഞ്ഞൾ തേക്കാം, നല്ല ബദാമൊക്കെ ഉള്ള ഓയിൽ അപ്ലൈ ചെയ്യാം. നാച്ചുറലായിട്ടുള്ള പൊടിക്കയില്ലേ, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക്, പപ്പായ, അതൊക്കെ നല്ലതാണ് തോന്നിയിട്ടുണ്ട്. അതൊക്കെ വല്ലപ്പോഴും കിട്ടുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാണ്ട് സ്കിൻ കെയറിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. മുഖത്ത് കെമിക്കൽസ് യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ എന്താ പറയുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ടാനൊക്കെ പെട്ടെന്ന് അടിച്ചു പോവില്ലേ. അപ്പോൾ സ്കിൻ കെയറിന് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ബെറ്ററാണെന്ന് തോന്നിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം ഓരോന്ന് യൂസ് ചെയ്യാൻ. കാരണം മാർക്കറ്റിൽ ഓയിൽ സ്കിന്നിന് വേറെ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേറെ, അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വാങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രൊഡക്റ്റാണ്, അവർ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവരെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷെ നമ്മളെ സ്കിന്നിന് അത് സ്യൂട്ട് ചെയ്യണം എന്നില്ല. പെട്ടെന്ന് നമുക്ക് പിമ്പിൾസ് വരാം, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക. പിന്നെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണോ സ്റ്റേ? നൈറ്റ് എങ്ങനെയാണ് ഹെയർ കെയർ റൊട്ടീൻ കിട്ടുന്നത്? അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ എഴുതിയെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് പറയുന്നത്, എന്താ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന വിചാരിക്കില്ല. ആകെ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ ഫോണിലാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വായിക്കുന്നത്. കാരണം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലവ് എന്നുള്ള അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ട് ഹസിൻ്റെ വീട്ടിൽ തന്നെയാണോ സ്റ്റേ? അതെ, ഹസിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ. കാരണം മോള് സ്കൂളിൽ പോകുന്നതാണ്, LKG. ഹസിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് സ്കൂള്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് വരാനാണ് എളുപ്പം. മാത്രമല്ല ഹസിൻ്റെ അച്ഛനും നമുക്ക് വയ്യാത്തവരാണ്. അവരങ്ങനെ കുറേ ദിവസം ഒന്നും ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് സ്റ്റേ. മോൾക്ക് ലീവുള്ള ദിവസം വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെ ജസ്റ്റ് വീട്ടിൽ പോകും വരും എന്നല്ലാണ്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നൈറ്റ് എങ്ങനെയാണ് ഹെയർ കെയർ റൊട്ടീൻ കിട്ടുന്നത്, മുടി കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുടി ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഹെയർ കെയർ ചെയ്യുന്നേ ഇല്ല. എനിക്ക് മടി എന്താണെന്നറിയില്ല, ഭയങ്കര മടിയല്ല. പക്ഷേ ഹെയർ കെയർ നമ്മൾ ചെയ്യണം.
രാത്രി നിർബന്ധമായിട്ട് മുടി കെട്ടി വെച്ച് കിടക്കാൻ നോക്കുക കേട്ടോ. കാരണം കെട്ടി വെച്ച് കിടന്നാൽ നമ്മൾ കിടക്കപ്പായയിൽ അല്ലെങ്കിൽ നമ്മൾ ബെഡ് കിടക്കുമ്പോൾ മുടി ഉരസിയിട്ട് പൊട്ടിപ്പോകുന്നതൊക്കെ ഇല്ലാണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടാണ്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് ലൂസിൽ മടഞ്ഞിട്ട് കെട്ടുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ രാവിലെ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ വാർന്ന് മടഞ്ഞ് ഒതുക്കി കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതായിരുന്നു, നല്ല പോലെ മുടി ഉണ്ടായ സമയത്ത് ഞാൻ ചെയ്യുന്നതായിരുന്നു. മുടി നല്ലപോലെ കെട്ടി ഒതുക്കി വെക്കും, വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ മുടി കെട്ടി വെക്കും, രാത്രി കിടക്കുമ്പോൾ കെട്ടി വെക്കും. അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരുപാട് ആൾക്കാർ ഹെയർ കെയർ ചോദിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഹെയർ കെയർ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല മടിയുള്ളതുകൊണ്ട്, പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ലപോലെ മുടിയുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് ഇടാം. പിന്നെ നവ്യ ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന്. ഫേവറേറ്റ് ഫുഡ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സ്വീപ്പാക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. കാരണം ഇപ്പം കുഴിമന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തോ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ അതൊന്നും അങ്ങനെ വലിയ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല. ഒരിക്കൽ 2 വട്ടം ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. കുഴിമന്തിയൊക്കെ സത്യം പറഞ്ഞാൽ കുഴിമന്തി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നാലും ലൈറ്റ് ടേസ്റ്റ്, എനിക്ക് അതിലൊന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യമില്ലാത്ത ടൈപ്പാണ്. എനിക്ക് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചില്ലി. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും, അന്നും ഞാനിത് തന്നെയാണ് പറഞ്ഞത്, ഇന്നും ഞാനിത് തന്നെയാണ് പറയുന്നത്. ഇനി എന്നും ഞാൻ അങ്ങോട്ടും ഇതന്നെയായിരിക്കും പറയുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നെയ്ച്ചോറും ചില്ലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതും ടോപ്പ് ഫോമിൽ, വേറെ എവിടെയല്ല കേട്ടോ. ടോപ്പ് ഫോമിൽ നെയ്ച്ചോറും ചില്ലിയും മൈ ഫേവറേറ്റ് ആണ്. പയ്യന്നൂരാണ് കേട്ടോ, പയ്യന്നൂർ ടോപ്പ് ഫോം അടിപൊളിയാണ്. ഞാൻ അവിടുത്തെ ഒരു ഫേവറേറ്റ് ആളാണ്, അതിൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ്. പിന്നെ നീരജ വിജയൻ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ഇൻകം. സങ്കടപ്പെടുത്തല്ലേ, യൂട്യൂബ് ഇൻകം കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ മോണിറ്റൈസേഷനായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷനായി, ഡോളർ കയറുന്നുണ്ട്. കുഞ്ഞു ഡോളർ, കുഞ്ഞു വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയൊന്നുമില്ലേ അല്ല, ചില്ലറ ഡോളർ ഇങ്ങനെ എൻ്റെ കുഞ്ഞ് റീൽസിൽ കണക്കായിട്ട് ചില്ലറ ഡോളർ കയറുന്നുണ്ടോ വെച്ചാൽ കയറുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ കിട്ടാനായില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ നമ്മളെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ. ഇപ്പം കുറച്ച് ഡോളർ ആയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഈ യൂട്യൂബ് ഇൻകം ചോദിച്ചാൽ നിങ്ങളൊക്കെ വേണ്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ ചില വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ്. അപ്പോൾ ഞാൻ എന്തായിട്ടും ഇങ്ങനെ വിചാരിക്കുക, നല്ല വ്യൂസ് ഉണ്ടല്ലോ, ഈ കാണുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ എനിക്ക് ലൈക്ക് ചെയ്യാറാതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാതുകൊണ്ടാണ്. പക്ഷേ ചില വീഡിയോസിനൊക്കെ നല്ല ലൈക്കും ഉണ്ട്, ഷെയറും ഉണ്ട്, കമൻറ്റും ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ ഇല്ല, പക്ഷേ ഇഷ്ടപ്പെടാതുകൊണ്ടായിരിക്കില്ലേ. കാരണം നിങ്ങൾ നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കൊക്കെ തരുമോ, കമൻറ്റൊക്കെ ചെയ്യുമോ, എങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്കിലല്ലേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഇങ്ങനെ കോൺഫിഡൻ്റായിട്ട് എനിക്ക് മറുപടിയൊക്കെ തരാൻ പറ്റില്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഇന്ന് തരുന്നത്. ഇത്രയും പേരാണ് ഞാൻ ചോദിച്ചിട്ടുള്ള Q&Aയിൽ ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ഇട്ടത്. എല്ലാവരുടെ ആൻസറിനും ചോദ്യങ്ങൾക്കും ആൻസർ തന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ Q&Aയിലെ ക്വസ്റ്റ്യനും ആൻസറും. അപ്പോൾ ഇതിന് വേറെ കമൻറ്റ് ബോക്സിൽ ഇട്ടവരോടൊക്കെ പറയാനുള്ളത്, ഇതിന് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടവർക്ക് മാത്രമാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാരൊക്കെ എൻ്റെ ഡെയിലി വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവരല്ല, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനിയും എന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. പുതിയ സബ്സ്ക്രൈബർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു Q&A വേഗം ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഇടുക.
അപ്പോൾ എല്ലാ കമൻറ്റ് ബോക്സിലും ഇട്ട കമൻറ്റിനൊക്കെ ആൻസറായിട്ട് വീണ്ടും വരുന്ന ഉറപ്പ് തരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ചില വീഡിയോസൊക്കെ നല്ല വ്യൂസിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്കും കൂടി തരുക. എന്തുകൊണ്ട് ലൈക്ക് തരുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം ചില ആൾക്കാർ ഡെയിലി കാണുന്ന ആൾക്കാർ പോലും ഉണ്ട്, അവർ പോലും ലൈക്ക് ചിലപ്പോൾ തരുന്നില്ല. പക്ഷെ വീഡിയോ നല്ല വ്യൂസിലങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കൂടി അതിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടിന് വീഡിയോ എന്നുള്ള കാര്യം കൂടി രേഖപ്പെടുത്തുക. എങ്കിലും മാത്രമേ എനിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ചെറിയ കോമഡീസും അല്ലേ, പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, എങ്കിലേ എനിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവർക്കും താങ്ക്സ്. ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ചോദ്യത്തിനും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റ, ബൈ, സീ യു, ലവ് യു ഓൾ.